ഹായ് ഫ്രണ്ട്സ്, ഹരിതകേരളം ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷി ചെയ്യാൻ നമുക്കൊക്കെ എവിടെ നിന്നാണ് സമയം എന്നാലോചിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിലും സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ വിളയിച്ചെടുക്കുന്ന ഒരു ഡോക്ടർ ഫാമിലി. ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ കുട്ടികളെ പോലും ബാധിക്കുന്ന ഇക്കാലത്ത് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ വിഷരഹിതമായി സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ നല്ലത്? ഡോക്ടർ പ്രസന്നകുമാറും ഡോക്ടർ ശോഭയും തങ്ങളുടെ ടെറസിലും മുറ്റത്തുമൊക്കെ ആയിട്ടാണ് ഈ പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയിരിക്കുന്നത്. അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ? നമസ്കാരം. എവിടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ഗവൺമെൻറ് സർവീസിലായിരുന്നു. ബീച്ച് ഹോസ്പിറ്റലിൽ സർവീസ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് ഞാനിപ്പോൾ സ്വന്തമായിട്ടുള്ളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ചർമ്മരോഗ വിദഗ്ധനാണ്. അതിലത്തെ ഉള്ള പ്രവർത്തനങ്ങളും ചികിത്സയൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ക്യൂട്ടിസ് എന്ന് പറഞ്ഞൊരു ചർമ്മരോഗ ആശുപത്രി ഉണ്ട്, തൊണ്ടയാട്. അത് അവരുടെ ഹോസ്പിറ്റൽ, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലായിരുന്നു സർവീസ് 38 വർഷത്തോളം. അത് കഴിഞ്ഞ് 22 ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ KMCT ഡെൻ്റൽ കോളേജ് എന്ന് പറയും, മുക്കത്ത്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ എന്തൊക്കെ പച്ചക്കറികളാണ് നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്? അത് പറയുന്നതിന് മുമ്പ് അതിന് കുറച്ച് ഹിസ്റ്ററി പറയണം. കാരണം ഞാനൊരു ബോട്ടണി ഗ്രാജുവേറ്റാണ്. എനിക്ക് കൃഷി താല്പര്യമാണ്. എൻ്റെ അച്ഛനല്ല, മുത്തച്ഛനൊക്കെ കൃഷിക്കാരാണ്, പാലക്കാട് നിന്ന് വരുന്നവരാണ്. അന്നത്തെ കൃഷിയോട് താല്പര്യമുണ്ട്. ബോട്ടണി ഗ്രാജുവേറ്റ് അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്തും ക്ലാസ്മേറ്റും ഒക്കെ ആയ ഡോക്ടർ രജനി ശിവൻ അവർ വന്ന് ഞാൻ അത് ശരിയാവുന്നില്ല, അത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഷിബു എന്ന് പറഞ്ഞിട്ട്. സിബി ആണ് എനിക്കൊരു പ്രോപ്പർ ടെക്നിക്കൽ ഗൈഡൻസ് തന്നത്. അതിനുശേഷം ഈ തിരുനനയെക്കുറിച്ച്, കാരണം ഞങ്ങൾ ട്രാവൽ ഇഷ്ടപ്പെടുന്നവരാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ 3-4 ദിവസം ഇത് നനയ്ക്കാനൊന്നും ആളുണ്ടാവില്ല. വരുമ്പോൾ അതിങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ എല്ലാറ്റിനും അദ്ദേഹത്തിന് ഒരു മറുപടി ഉണ്ട്. അത് പ്രകാരം ഈ തിരുനന തുടങ്ങി. തിരുനന വളരെ അഡ്വാൻറ്റേജാണ്. പിന്നെ രാസവളങ്ങൾ ഉപയോഗിക്കരുത്, പെസ്റ്റിസൈഡ്സും അതുമാതിരി തന്നെ വെളുത്തുള്ളിയും വേപ്പെണ്ണയും ഒക്കെ അടങ്ങിയ പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്യണം, ഫ്രീക്വൻ്റായിട്ട് സ്പ്രേ ചെയ്യണം. എല്ലാറ്റിനേക്കാളും ഉപരിയായി അവരെ നമ്മളെ കുട്ടികളെ വളർത്തണ മാതിരി വളർത്തണം. അങ്ങനെയുള്ളൊരു ഗൈഡൻസ് തന്നത് അദ്ദേഹമാണ്. ശേഷം ഞങ്ങളിപ്പോൾ ഇവിടെ ചീരയുണ്ട്, വഴുതന, 3 തരത്തിലുള്ള വഴുതനയുണ്ട്, വെണ്ടയുണ്ട്, മുളകുണ്ട്, തക്കാളിയുണ്ട്, ക്യാബേജ് ഒരു ഇതിന് തുടങ്ങിയത്. പക്ഷേ ക്യാബേജ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത്തവണ. ഇതൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ചെയ്യുന്നത്. കോളിഫ്ലവർ ഉണ്ടാക്കിയിരുന്നു, ഇത്തവണ ഇല്ല. പിന്നെ പുതിന, അത് എന്തോ മല്ലിയില ശരിയാവുന്നില്ല ഇവിടെ വളർത്തിയിട്ട്. ഇത്രയൊക്കെ നമ്മൾ ഇന്നോവേഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷി ഇഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ ഈ തിരക്കുകളുടെ ഇടയിലും ആരോഗ്യം പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് കാണുന്ന പോലെ ഈ ടെറസിൽ മുഴുവൻ നമുക്ക് തിരിനന എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്? അത് ചെയ്തു തന്ന സിബിയാണ്. അവർ ഇത് വരുമ്പോൾ നമ്മളൊരു കുഴലിൽ കൂടിയിട്ട് വെള്ളം കടത്തുന്നു. അതിനൊരു തിരി മുകളിലോട്ട് പൊന്തി വരുന്നു. അപ്പോൾ ഈ കുഴലിലുള്ള വെള്ളം ആ തിരിയിൽ കൂടി കാപ്പിലറി ആക്ഷനിൽ മുകളിലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. അത് വെള്ളം കൺസേർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ വെള്ളം വേസ്റ്റ് ചെയ്യുന്നില്ല. മറ്റേ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് ഒഴിഞ്ഞു പോവും. ആവശ്യമുള്ള കഴിഞ്ഞാൽ താഴത്തേക്ക് അങ്ങ് ഒഴിയും. ഇത് അങ്ങനെ ഒരു ഇത് ഉണ്ടാവുന്നില്ല. നിറഞ്ഞു വെക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം വേസ്റ്റായിട്ട് പോവില്ല. ഇത് മുകളിലേക്ക് വന്ന് 3-4 ദിവസം അത് പതുക്കെ കാപ്പിലറി ആക്ഷനിൽ വന്നിട്ട് സ്ഥിരമായിട്ടുള്ള ഈർപ്പവും വെള്ളവും ചെടികൾക്ക് അത് നൽകിക്കൊണ്ടിരിക്കും. സോ ഇറ്റ്സ് എ വെരി എഫക്റ്റീവ് മെത്തേഡ്. ആൻഡ് നമുക്ക് തിരക്കുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം.
അതെ, തിരക്കുള്ള ജീവിതത്തിനിടയിലും നമുക്ക് നമ്മുടെ ആരോഗ്യം നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. പച്ചക്കറികളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വിഷരഹിതമായി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ തരുന്നത് കേട്ടോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടുന്ന് കൃഷി ചെയ്ത് എടുക്കുന്ന എല്ലാ പച്ചക്കറികളുടെയും ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് ഇത്രയും വർഷം പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങി കഴിച്ച ആ ടേസ്റ്റേ അല്ല. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഇതുവരെ എന്താണ് കഴിച്ചത് എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഞങ്ങൾ ഇത് കുറേ ഉണ്ടാവുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അവരെല്ലാവരും പറയുന്ന അതേ ഒരു കാര്യമാണ്, എന്തൊരു വ്യത്യാസമാണ്, ഈ രുചി ഭയങ്കര നല്ല രുചിയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അതാണ് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ കഴിക്കണതിനേക്കാളും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷം. അതാ ഹസ്ബൻഡാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ കൾച്ചറാണല്ലോ. ഈ കൊച്ചു മക്കൾക്കൊക്കെ ചെറുപ്പത്തിലെ ഈ ഫാസ്റ്റ് ഫുഡും ഇതും കൊടുത്ത് വളർത്തുന്നതിന് പകരം ഇതുമാതിരി വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. മഞ്ജു വാര്യരുടെ ഒരു സിനിമയുണ്ട്, അത് കണ്ടറിയും. അത് നമുക്ക് വീട്ടിൽ പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നോക്കൂ, ഇത്ര ചെറിയൊരു സ്ഥലത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കും. എല്ലാവർക്കും വിചാരിച്ചാൽ പറ്റും. അതിൻ്റെ നമ്മുടെ മക്കൾക്ക് നല്ല പച്ചക്കറികൾ കൊടുത്തിട്ട് വളരുന്ന നല്ലൊരു വിഷരഹിതമായ ഒരു തലമുറയെ നമുക്ക് വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ഡോക്ടർ ഫാമിലിയുടെ കൃഷി വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എത്ര തന്നെ തിരക്കുള്ളവരാണെങ്കിലും ഒരടുക്കളത്തോട്ടം നിങ്ങളും ഉണ്ടാക്കിയെടുക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഹരിതകേരളം ന്യൂസിന് വേണ്ടി ആൻമരിയ. നന്ദി, നമസ്കാരം.